അപ്പോൾ നല്ലത് ചെയ്യുമ്പോഴും നമ്മൾ മോശം ആലോചിക്കും, പക്ഷേ നല്ലതിനാവണം എല്ലാതും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, പറയുന്നത്. റഷീദ് മാഷുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ കുറേ കാലം ഞാൻ PTA പ്രസിഡൻ്റായിരുന്നു. എൻ്റെ 2 മക്കളും പഠിച്ചു വന്നിരുന്നതാണ്, ഞാൻ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അന്നേരം ഉള്ളൊരു ബന്ധമാണ്. ഞാൻ PTA പ്രസിഡൻ്റായാലും മാഷയുടെ അധ്യാപനാണ്. സോഷ്യൽ സ്റ്റഡീസാണ് ഒന്ന് കൈകാര്യം ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷേ സ്പോർട്സിൽ അയാൾ ഒന്നാം തരം സ്പോർട്സ്മാനായിരുന്നു. സ്കൂളിൽ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്ത് തല സ്പോർട്സ് കലാ പരിപാടിയിലെല്ലാം ജഡ്ജായി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റഷീദ് മാഷിയായിരുന്നു. അയാൾ ഭംഗിയായി നിർവഹിക്കും. അങ്ങ് പള്ളിമുക്കിൽ നടന്ന് വന്ന് എത്ര നേരം വൈകിയാലും അയാളുടെ ദൗത്യം നിർവഹിച്ച് പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സന്നദ്ധതയുള്ള മനുഷ്യനായിരുന്നു ഈ ശ്രീ റഷീദ് മാഷ്. അപൂർവം വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഗുണമുണ്ടാവൂ. നല്ലൊരു കലാകാരനാണ്, സ്പോർട്സ്മാനായിരുന്നു, നല്ലൊരു കലാകാരനായിരുന്നു. കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റേഷൻ പീടികയുടെ മേലെ ഒരു യസ്പാന ക്ലബ് ഉണ്ടായിരുന്നു. ആ യസ്പാന ക്ലബിൻ്റെ ഒരു വാർഷികത്തിൽ നാടകം എടുത്തു, ഞാനും അതിൽ അഭിനയിച്ചിരുന്നു. ഞാൻ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിരുന്നു ആ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റഷീദ് മാഷായിരുന്നു. എന്നോട് പറയും, നിങ്ങൾ ഈ മമ്മൂട്ടിക്ക് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇതാക്കുന്നത്, അതുപോലെ കൈകൊണ്ട് പതിച്ച് ചെയ്യണമെന്ന് പറ്റി പറയും. അപ്പോൾ നാടകത്തിൻ്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അത് അവതരിപ്പിക്കുന്നതിലും എല്ലാം അതൊരു ഇച്ഛാശക്തിയാണ്. ആ നാടകം പരിപൂർണമായി സ്റ്റേജിൽ കയറി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സഹനം ഏറ്റുവാങ്ങുന്ന ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ ഗുണം കിട്ടി എന്ന് വരില്ല. ചിലപ്പോൾ ചില 1-2 ഗുണം കിട്ടും. ഇയാൾക്ക് സ്പോർട്സിൽ താല്പര്യമുണ്ട്, കലയോട് താല്പര്യമുണ്ട്, പഠനത്തോട് താല്പര്യമുണ്ട്, സാമൂഹിക രംഗങ്ങളിലെല്ലാം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏതാണ്ട് തിരുവനന്തപുരത്ത് അടുത്ത് താമസിക്കുന്ന റഷീദ് മാഷ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിന് വലിയ നഷ്ടമായിരുന്നു. മാഷ് മരിച്ചു എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ കൂട്ടം നിലവിളിയായിരുന്നു. ഞാനൊരു സാക്ഷ്യം വഹിച്ചതാണ്. അത് ടീച്ചർമാരുടെ കൂട്ടം നിലവിളിയായിരുന്നു. അങ്ങനെ ഒരു നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു അധ്യാപകൻ. ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ സ്കൂളിൽ, വിദ്യാലയങ്ങളിൽ. പക്ഷേ ഇതുപോലെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അധ്യാപകനെ കാണാൻ വേണ്ടി കഴിയില്ല. എല്ലാ രംഗത്തും യേസാണ്, നോ ഇല്ല. എന്തിനും മാഷോട് പറഞ്ഞാൽ യേസാണ്, തയ്യാറാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ മാഷ് ബന്ധപ്പെടും, ഞാനുണ്ടാവും എന്ന് പറയും. അത് വലിയ ഗുണമായിരുന്നു. കുറ്റാട്ടൂർ UP സ്കൂളിൽ മാത്രമല്ല, കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി അയാൾ ഒരു ക്യാപ്പെല്ലാം ഇട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ നടന്നു പോകുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയുണ്ട്. അത്രയും സജീവമായിട്ടുള്ള ഒരു അധ്യാപകൻ. അപ്പോൾ കലയിലും സ്പോർട്സിലും സാമൂഹ്യ രംഗത്തും എല്ലാം ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന അപൂർവ ജന്മങ്ങളിൽ ഒരു ജന്മമാണ് റഷീദ് മാഷ്. അധികമാണെന്ന് കാണാൻ വേണ്ടി കഴിയില്ല. അധ്യാപകനായതുകൊണ്ട് എല്ലാം ആരും പറയാൻ വേണ്ടി കഴിയില്ല. അധ്യാപകനായതൊന്നും ആവർത്തിക്കുന്നില്ല. നൈസർഗികമായ ഒരു കഴിവ്, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വ്യക്തിയാൻ വേണ്ടി കഴിയൂ. കുറേ പഠിച്ചു വന്നത് കൊണ്ടൊന്നും നല്ല വ്യക്തിയാൻ വേണ്ടി പോകുന്നില്ല. അയാൾക്കുണ്ടാകേണ്ടത് നമ്മുടെ സമൂഹത്തെ പറ്റിയുള്ള ഒരു ബന്ധമാണ്. നമ്മുടെ ചർച്ച നിൽക്കുന്ന ഭൂമിയെ സംബന്ധിച്ചുള്ള ഒരു ബന്ധമാണ്. സമൂഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമൂഹ ജീവികളാണ് നമ്മളല്ല. അതുകൊണ്ട് ഞാൻ എന്നുള്ളതല്ല, നമ്മൾ എന്ന് കാണാൻ വേണ്ടി കഴിയണം. ഇപ്പോൾ നമ്മൾ ചുരുക്കി എല്ലാവരും പറയാൻ ഞാൻ, അതിന് ഞാനാണ്. സ്പോർട്സിൽ ഞാനാണ്, കളിയിൽ ഞാൻ, സിനിമയിൽ ഞാനാണ്, ഞാൻ ആ ഞാനെന്ന് പറയുന്നത്, ആ വ്യക്തി എന്ന് പറയുന്നത് അത് ചുരുങ്ങിയ പരിപാടിയാണ്. വികസിക്കുക ചെയ്യുന്നു. നമ്മളെ വികസിക്കണമെങ്കിൽ നമ്മളെന്ന് പറയണം. നമ്മളെല്ലാം ജീവിത പീലി തന്നു, എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി വളർന്നു വേറെ. ജീവനൊഴുകുമ്പോഴൊഴുതുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയുന്നു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചൊരാകാശമെന്നു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും, കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം പൊരുത്തിരിക്കുന്നു. നിന്നിൽ അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ, നിൻ ഹൃദയത്തിൽ നിന്നേക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊളിയുമ്പോഴാണ് എൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊളിയുമ്പോഴാണ് എൻ്റെ സ്വർഗം.
നിന്നിലടിയുന്നതേ നിത്യസത്യം. ഒരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുവൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായുവൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരു മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ദമാരുള്ള പിഞ്ചികാരാലനം തന്ത്രമന്യതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപോയി കാടിനുള്ളിൽ വച്ചെന്റെ പിതാമഹർ കണ്ടതാണി കുതിരയെ. കാട്ടുപുൽ തട്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപോയി കാടിനുള്ളിൽ വച്ചെന്റെ പിതാമഹർ കണ്ടതാണി കുതിരയെ. കാട്ടുപുൽ തട്ടു നൽകി പൂക്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ചിന്തിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോ ചിരിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമൻ പൂക്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. അതിലൂടെ എന്നുടെ ആരാമത്തിൽ ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ. അതിലൂടെ എന്നുടെ ആരാമത്തിൽ ഒരു പുഷ്പം മാത്രമേ പൂക്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ